സോൾസ് നമുക്കിന്ന് ഒരു ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അബണ്ടൻസ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്നത്, കോംപ്രമൈസ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബി അസർട്ടീവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കടന്നു വരുന്നു, അല്ലെങ്കിൽ സമ്പന്നത കടന്നു വരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്ന കാര്യങ്ങൾ ഓർത്തൊക്കെ ദുഃഖിക്കുകയാണെങ്കിൽ അത് വേണ്ട, നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്നു അബണ്ടൻസ്. അതുപോലെ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നാണ്. അപ്പം ജീവിതത്തിലെ ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ പിന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം മനസ്സിൻ്റെ അത് നല്ലതല്ല. അപ്പം അതെല്ലാം ഒന്ന് ശരിയാക്കിയാൽ, അല്ല എന്ന് വെച്ചാൽ ഒരു ബി അസർട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറച്ചു തന്നെ നിൽക്കുക. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുക. മറ്റൊരാൾ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ മനസ്സ് പുറകോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അബണ്ടൻസ് വന്നു ചേരും എന്നാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.